നിങ്ങൾക്ക് ദൃശ്യം കാണാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കഴിയുന്നില്ലെങ്കിൽ ഞാൻ സൈഡിൽ വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ദൃശ്യം ഒരു കാലി തൊഴുത്ത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഒരു കാലി തൊഴുത്ത്, പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടിച്ചു വിട്ട ഒരു കാലി തൊഴുത്ത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, സുനാമി എന്ന് പറയുന്ന ഒരു ഭീകരാവസ്ഥ നമ്മുടെ കേരളത്തെ അടക്കം ഒരിക്കലും ബാധിച്ചവരെ എല്ലാവർക്കും അറിയാം. അന്ന് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് UDF ആണ്. ആ ഒരു സുനാമി എന്ന് പറയുന്ന ആ ഒരു വലിയ അപകടം ഉണ്ടായ സമയത്ത് അന്ന് സുനാമി ബാധിതർക്ക്, അന്ന് ബാധിച്ച ഒരുപാട് പേരുടെ വീടും പുരടൊക്കെ പോയല്ലോ. അന്ന് ആ ഒരു സുനാമി ബാധിതർക്ക് അന്നത്തെ പുണ്യാളൻ, ഇപ്പൊ വലിയ പുണ്യാളനൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, മരിച്ചുപോയി. അതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല. അദ്ദേഹം അടക്കമുള്ള ഈ കോൺഗ്രസ്സുകാര് നിർമ്മിച്ചു കൊടുത്ത പുനരധിവാസ കേന്ദ്രങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടത്. നമ്മുടെ ഈ അടുത്ത് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിൽ ആ രംഗം ഉണ്ടായിരുന്നു. ഇവർ അതിന്റെ മുമ്പിലൂടെ പോകുന്ന രംഗം ഇതാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഫെമിനിസ്റ്റ് ഫാത്തിമയും ഒപ്പം തന്നെ സുഹൃത്തും കൂടിയിട്ട് ആ നടന്നു പോകുന്ന രംഗം. ആ സുഹൃത്ത് എന്ന് പറയുന്നത് പാട്ടുകാരനായിട്ടുള്ള വിശ്വട്ടന്റെ ഭാര്യയാണ്. അതിഗംഭീരമായിട്ടുള്ള നടികളാണ് രണ്ടും. എന്തായാലും അന്ന് അവർ വെച്ചു കൊടുത്ത ഒരു വീടാണ് അതെന്ന്. സുഹൃത്തുക്കളെ, വെറും 1.5 സെന്റിലാണ് ആ വീട് എടുക്കുന്നത്. 1.5 സെന്റില് ഒരു മുറിയുണ്ട്, ഒരു അടുക്കള ഉണ്ട്, ഒരു കക്കൂസ് ഉണ്ട്. 4 ഇഞ്ച് കനമാണ് അതിന്റെ ചുമരുകൾ എന്ന് മനസ്സിലാക്കണം. വെറും 4 ഇഞ്ച് കനം. ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല, വാട്ടർ ഫെസിലിറ്റി ഇല്ല, കറണ്ടിന് വയറ് വലിച്ചിട്ടില്ല, ഇലക്ട്രിസിറ്റി, പ്ലംബിങ് ഒന്നും ചെയ്തു കൊടുത്തില്ല. കുടിവെള്ളം പോലും അതിന്റെ സൗകര്യം പോലും അവർക്കില്ല. ഒരു 4 ചുമര് വെച്ചിട്ടുള്ള ഒരു കെട്ടിടം. അന്നത്തെ സർക്കാർ അതിന് ചെലവഴിക്കുന്നത് 1.5 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഓരോ കെട്ടിടങ്ങളൊക്കെ ചെലവഴിച്ചത്. ഇവിടെ കുട്ടികളും പ്രായപൂർത്തിയായവരും അമ്മയും അച്ഛൻ എല്ലാം കൂടിയിട്ട് എങ്ങനെയാണോ ഇതിൽ താമസിക്കുക? സിമ്പിൾ ചോദ്യമാണ്. ഞാനിതൊക്കെ പറയുന്നത് ഇവന്മാർ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം എങ്ങനെ നശിപ്പിച്ച് പണ്ടാറടക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കോൺഗ്രസ് കനകൂലുകൾ, BD സതീശനെ പോലുള്ള ആളുകളൊക്കെ അധികാരത്തിൽ കയറി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തെരഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ കിട്ടും. എന്തായാലും UDF ഗവൺമെന്റ് ആയതുകൊണ്ട് അന്ന് വലിയ കോളുകളൊക്കെ ഒന്നും ഉണ്ടായില്ല. ഇതങ്ങ് LDFന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുന്നതെങ്കിൽ പടച്ചോനൊന്നും പറയണ്ട. ആ വാർത്ത എങ്ങോട്ടൊക്കെ എത്തും നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. എന്തായാലും ഇപ്പോഴത്തെ ജനങ്ങൾ പണം കൊടുത്ത പോലെ തന്നെ അന്നും തത്തുല്യമായ തുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്നും ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത തുക കൊണ്ടാണ് ഇവർ ഈ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തൊഴുത്തുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പാവം ജനങ്ങൾക്ക് ജീവിക്കാൻ ഒന്ന് മനസ്സിലാക്കണം. തൊഴുത്തുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് വന്നൊരു വാർത്ത കേട്ടോക്കെ. ഈ വീട് ജനങ്ങൾക്ക് സൗകര്യം 1.5 സെന്റിലാണ് നിർമ്മാണം. ഒരു മുറിയും അടുക്കളയും കക്കൂസുമുണ്ട്. പ്ലംബിങ്ങോ വയറിങ്ങോ ചെയ്തിട്ടില്ല. കുടിവെള്ളത്തിനുള്ള സൗകര്യവുമില്ല. പ്രായപൂർത്തിയായ കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളുമായി ഒരു മുറിയിൽ എങ്ങനെ താമസിക്കുമെന്നാണ് വീട് ലഭിച്ചവരുടെ ചോദ്യം. കല്യാണമോ മരണമോ ഉണ്ടായാൽ വട്ടം കറങ്ങേണ്ടി വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഒരു പ്ലാനിങ് പോലും ഇല്ലാതെയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി അന്ന് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തതെന്നർത്ഥം. കോൺഗ്രസ്സുകാര് നിർമ്മിച്ചു കൊടുത്തത്. ഇവരാണോ ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ കുറെ പ്ലാൻ ഉണ്ട്, ഇപ്പൊ ഞങ്ങൾ പറയൂല? ഒരു തേങ്ങയുടെ മൂടില്ല സുഹൃത്തുക്കളെ, ഒരു തേങ്ങയും കയ്യിലില്ല. ചില കനകോലുകാർ പറഞ്ഞെടുത്ത രീതിയിലൊക്കെ ഇവരിങ്ങനെ പോവാ. ഒരു തേങ്ങയും കയ്യിലില്ല. ഈ വാക്കല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ഇവിടെ പറയേണ്ടത് ഒരു തേങ്ങയും കയ്യിലില്ല. എന്നിട്ട് നുണ പ്രചരണം മാത്രമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ LDF ഗവൺമെന്റ് എങ്ങനെയെങ്കിലും തറയിൽ എത്തിക്കണമെന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ആണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അപ്പം അവർ നിർത്തും. ഈ ലൈഫ് പദ്ധതി നിർത്തും, റോഡ് പണികൾ നിർത്തും, ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷനുകൾ നിർത്തും. ഒരു സംശയമില്ല, നിർത്തും. അതിനുവേണ്ടി അവർ ഇപ്പോഴേ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു, ഖജനാവിൽ പൈസ ഇല്ല എന്ന്. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തുമ്പോൾ പറയാലോ, ഖജനാവിൽ പൈസ ഇല്ല, LDF ഒക്കെ മുക്കിയിട്ടാ പോയേ എന്നുള്ള കാരണം പറയാലോ. ആ കാരണം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കേരളത്തെ നശിപ്പിക്കാമെന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അർത്ഥം. ബാക്കി കേൾക്കൂ നിങ്ങൾ. രണ്ടാൾക്ക് താമസിക്കാൻ പറ്റാത്ത വീടാണ് പശുവിന്റെ കൂട് മാതിരി, പശുവിന്റെ സൈത്ത് ഉണ്ടാക്കിയ മാതിരി ഉണ്ടായിട്ടുള്ളത്.
1,25,000 രൂപയാണ് ഒരു വീടിന് ചിലവായത്. പലതും പൊട്ടിപ്പൊളിഞ്ഞു, ജനലുകളും വാതിലുകളും നശിച്ചു. നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ കാട് പിടിച്ചു കിടക്കുന്നു. വീടുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാമൂഹിക വിരുദ്ധരാണ്. കേസുള്ളതിനാൽ ഒന്നും ചെയ്യാൻ കഴിയും. ഈ വീട്ടിലിപ്പോ ആരും താമസിക്കുന്നില്ല, കേസൊക്കെ ആയി കിടക്കുകയാണ്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ സംഗതി ഒരു കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ കാണാം. സോറി, ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇതാ ഇപ്പൊ വന്ന വാർത്തയാണ്. എവിടെ? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് സുനാമി ഫണ്ടിൽ നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ. 5 റിങ്ങിൽ നിർമ്മിച്ചു നൽകിയ വീടുകളാണ് വാസയോഗ്യമല്ലാതായത്. ഇതോടെ 280ഓളം കുടുംബങ്ങളാണ് ദുരിതക്കയത്തിലായത്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കുട്ടികൾക്കടക്കം പരിക്കുപറ്റി. മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്നുണ്ട്. അശാസ്ത്രീയമായി സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിച്ചത് കാരണം മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പരാതി. എങ്ങനെയുണ്ട്? അപ്പൊ UDF ഗവൺമെന്റ് സമയത്ത് നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഇവർ ചെയ്തു കൊടുത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല ബോധ്യമായല്ലോ. ഇനി നമ്മുടെ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ഒരു ദുരന്തബാധിതർക്ക്, വയനാട് ദുരന്തബാധിതർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിനെ പറ്റിയിട്ട് പറയുന്നത് ഒന്ന് കേട്ടോക്കെ. ഇപ്പോൾ നമ്മൾ 178 വീടുകൾ ഫിസിക്കലി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡിങ് ഓവറിന് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം 300 വീടുകൾ നമ്മുടെ റൂഫ് ലെവല് വാർപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അതും കുറച്ചുകൂടെ കഴിഞ്ഞാലാണ് ഉള്ളത്. മുതൽ 20 വരെ വീടുകളാണുള്ളത്. എല്ലാ വീടുകളും ഫേസ് ചെയ്യുന്ന റോഡിലേക്കാണ്. ആ റോഡിന്റെ ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡ് ഉണ്ടായിരിക്കും. ആ റോഡിന്റെ നടുവിലൊരു നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റം ഒരു ഗ്രീൻ സ്പേസ് ആയിട്ട് നമ്മൾ അവിടെ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് അവർക്ക് കൈമാറും. പിന്നീട് അവർക്ക് വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിനും കുട്ടികൾക്ക് കളിക്കുന്നതിനും വേണമെങ്കിൽ അവരുടെ ഒരു പൊതു അടുക്കള തോട്ടമായിട്ടൊക്കെ അത് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഏറ്റവും എടുത്തു പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് പിന്മാറുന്നതിന് പകരം ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൊരു ബേസിക് കൺസെപ്റ്റ്. പിന്നെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇവിടെ ഒന്നും എന്താ പറയുക, അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ് എല്ലാം. ഇലക്ട്രിസിറ്റി കണക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ അണ്ടർഗ്രൗണ്ട് UG കേബിൾ വഴിയാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ വരുന്നത്. എല്ലാ നമ്മുടെ അതേപോലെ തന്നെ ഇതിന്റെ കണക്ഷൻസ്, എല്ലാ കണക്ഷൻസും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. നമുക്ക് ഇവിടെ ഓരോ വീട്ടിലും സെപ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക്. ഇത് ഫുൾ ഞാൻ കേൾപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ തപ്പുപിടിച്ച് കണ്ടോളൂ. ഇത്രയൊക്കെ കേട്ടാൽ മതി, നമുക്ക് സന്തോഷമായിരിക്കും. സുഹൃത്തുക്കളെ, എത്ര വെൽ പ്ലാനിങ് ആയിട്ടാണ്, എത്ര പ്ലാൻഡ് ആണ് നമ്മുടെ LDF ഗവൺമെന്റ് ആ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ. വെറും വീടുകളല്ല, എല്ലാ വീടിന്റെ മുഖം റോട്ടിലേക്കാണ്, വൈദ്യുതൊക്കെ ഭൂമിക്ക് അടിയിലൂടെയാണ്, എല്ലാ പൈപ്പ് ലൈനുകളെല്ലാം, ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ പക്ക, ഏറ്റവും ഒരു പക്ഷേ 10-50 വർഷം അങ്ങോട്ട് ചിന്തിച്ചുണ്ടാക്കപ്പെട്ട ഡ്രെയിനേജ് സിസ്റ്റങ്ങളാണ്. കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ, വെറും ഒരു തൊഴുത്തുണ്ടാക്കി UDF ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത പോലെ തൊഴുത്തല്ല, അതിഗംഭീരമായിട്ടുള്ള വീടുകളാണ് ഈ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇവർക്ക് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇവരതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നത്. എന്തായാലും വേടന്റെ ഒരു വാക്കോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നെറ്റ് ചെറിയൊരു പണിയാവല്ലേ. ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമാർക്ക് നമ്മുടെ നേരത്തെ മനസ്സിലായോ? ശ്രദ്ധിച്ച് കണ്ട് ജീവിച്ചോളാം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. ഇല്ലെങ്കിൽ നോക്കിയോ, നീയൊക്കെ ഉമ്മര ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെ. എനിക്കിത് പറയാതിരിക്കാൻ, എനിക്ക് പാട്ട് പാടിയിട്ട് കാശ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റും, എനിക്കിത് പറയാതിരിക്കാനും പറ്റുന്നേ. അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റാത്തുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ വർത്തനല്ലേ അടിപൊളിയായിട്ടല്ലേ. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മളിതൊന്നും കണ്ടില്ല. നോക്കണ്ട മക്കളെ, നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ മരിച്ചുള്ള പണി കണ്ട മര്യാദക്ക് സിനിമ കാണണമെങ്കിൽ ഒരു രാഷ്ട്രീയം കണ്ടോളാം. നിങ്ങള് ഇത്രയും വെറുപ്പോട് ബൈ.